ആൻസൈറ്റി അതായത് ഉത്കണ്ഠ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെക്കുറിച്ചോ തെറ്റായോ നെഗറ്റീവായോ നിരന്തരം ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന മനസ്സിൻ്റെ ഒരു അവസ്ഥയെയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ആൻസൈറ്റി ഒരു ചെറിയ അളവിലെങ്കിലും ഓരോ വ്യക്തികളിലും നിലനിൽക്കുന്നുണ്ടാവും. ഇത് ഒരു പരിധിയിൽ കവിയുമ്പോഴാണ് ആൻസൈറ്റി ഒരു പ്രശ്നമായി മാറുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നത്തെ നാം മാറ്റേണ്ടിയിരിക്കുന്നു. ആൻസൈറ്റിയെ പ്രധാനമായും 3 രീതിയിൽ നമുക്ക് മറികടക്കാവുന്നതാണ്. ഒന്നാമത്തേത്, ഒരു പ്രൊഫഷണലായിട്ടുള്ള തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിനെ മറികടക്കാം. ഇത് ഗുരുതരമായിട്ടുള്ള ആൻസൈറ്റി ഉള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യം ഈ ഒന്നാമത്തെ മാർഗമായിരിക്കും. രണ്ടാമത്തേത്, നമുക്ക് ആൻസൈറ്റി ഉണ്ടാവുന്നത് നാം കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷനെ നാം കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉദാഹരണത്തിന്, ഡ്രൈവിങ്ങിൽ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു വ്യക്തി ഡ്രൈവിങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉത്കണ്ഠ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ ഡ്രൈവിങ്ങിൽ കൂടുതൽ എക്സ്പീരിയൻസ് നേടുന്നതോടുകൂടി ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു കംഫർട്ട് സോണായി മാറും. ഇതിൽ കൂടി ആൻസൈറ്റിയെ മറികടക്കാവുന്നതാണ്. മൂന്നാമത്തെ മാർഗം, ഏകാഗ്രമായിട്ടുള്ള ഒരു മനസ്സിൽ ആൻസൈറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ വിരളമാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ നാം ഏകാഗ്രമായി നിലനിർത്തേണ്ടിയിരിക്കുന്നു. ഇതിന് മെഡിറ്റേഷൻ, യോഗ, പ്രാണായാമം എന്നീ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.